നമസ്കാരം, ഹാഷിക്കോൺ ലാബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് മൈക്രോ ഇക്കണോമിക്സിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററായ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരം പ്രത്യേകം പരിഗണന നൽകി പഠിക്കേണ്ട ടോപ്പിക്കുകളെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഭാഗം മാത്രം നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. അത്തരം ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതലായും പരീക്ഷകളിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. ഈ ചാപ്റ്ററിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ, ലോങ് റൺ പ്രൊഡക്ഷൻ ആൻഡ് ടോട്ടൽ പ്രോഡക്റ്റ്, ആവറേജ് പ്രോഡക്റ്റ്, മാർജിനൽ പ്രോഡക്റ്റ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗമാണ്. കാരണം പ്രത്യേക പരിഗണന നൽകിയിട്ടുള്ള ഒരു ഭാഗത്ത് വരുന്ന ടോപ്പിക്കുകളാണിത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. പ്രത്യേകം പരിഗണന നൽകി പഠിക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച ഒരു വീഡിയോ നമ്മൾ ഇതിനകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അത് കാണുക. ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, മൈക്രോ ഇക്കണോമിക്സിൽ നിന്നുള്ള മൂന്നാമത്തെ ചാപ്റ്റർ. നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? വാട്ട് യു മീൻ ബൈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അല്ലെ, ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ധർമ്മമാണ് ഉൽപാദന ധർമ്മം. വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമുക്കിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അല്ലെ, അതായത് ഇൻപുട്ടുകളെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഒരു പ്രവർത്തനം, അതിന് പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പൊ നമുക്കറിയാം എന്താണ് ഇൻപുട്ട്, ഔട്ട്പുട്ട് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ. അല്ലെ, ഇൻപുട്ട് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസിനെയാണ്. അല്ലെ, അതുപോലെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗുഡ്സിനെയാണ് അല്ലെങ്കിൽ പ്രോഡക്റ്റിനെയാണ്. അല്ലെ, നമുക്ക് ഈ റോ മെറ്റീരിയൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കിട്ടുന്ന ആ അവസാന ഉൽപ്പന്നത്തിന് പറയുന്ന പേരാണ് എന്ത്? ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന ഒരു ധർമ്മമുണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷന് പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. സിമ്പിൾ ആണ്, വളരെ എളുപ്പത്തിൽ പഠിക്കാം. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അല്ലെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾ? അതായത് ഒരു ഉൽപ്പന്നം നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് സാധാരണ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്? അതായത് നമുക്കറിയാം റോ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അവിടെ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറയുന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? റോ മെറ്റീരിയൽസ് എന്നുള്ളത്. ശരിയല്ലേ? ഉൽപാദനത്തിൽ ഏർപ്പെടുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അല്ലെ, ആ ഫാക്ടേഴ്സിനെ കൂടെ ഉൾപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇൻപുട്ട്. മനസ്സിലാക്കുക. അതായത് ഇൻപുട്ടിൽ റോ മെറ്റീരിയൽ എന്ന ഘടകം മാത്രമല്ല ഉൾപ്പെടുന്നത്, മറിച്ച് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് കൂടി ഉൾപ്പെടുന്നു. അതായത് ഓൾ ദ ഫാക്ടേഴ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഇൻപുട്ട് എന്ന് മനസ്സിലാക്കുക. അല്ലെ, അപ്പൊ എന്തൊക്കെയാണ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്? നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ 4. അല്ലെ, 4 ഘടകങ്ങളാണ് ഉൽപാദന ഘടകങ്ങളായിട്ടുണ്ടാകുന്നത്. ആരൊക്കെയാണ് ആ 4 ഉൽപാദന ഘടകങ്ങൾ? നമുക്കിവിടെ എഴുതി നോക്കാം. 1 ലാൻഡ് ആണ്. അല്ലെ, 2 ആരാണ്? ലേബർ. 2 ആരാണ്? ലേബർ ആണ്. 3 ക്യാപിറ്റൽ ആണ്. അല്ലെ, 3 ആരാണ്? ക്യാപിറ്റൽ. ദെൻ 4ാമത്തെ ഘടകം ആരാണ്? ഓർഗനൈസർ. അല്ലെ, ഓർഗനൈസർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നൊക്കെ നമുക്ക് സാധാരണ പറയാം. ഓർഗനൈസർ. മനസ്സിലാവുണ്ടല്ലോ? ഇങ്ങനെ 4 ഘടകങ്ങളാണ് നമ്മൾ ഏതില് പറയുന്നത്? ഇൻപുട്ട് എന്ന രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെ, ഇവര് 4 പേരെയാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇൻപുട്ട് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. മനസ്സിലാക്കണം. അപ്പൊ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ടിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ധർമ്മമാണ്. അല്ലെ, അതായത് ഇൻപുട്ടിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഇൻപുട്ടുകളെ എല്ലാം, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസർ എന്ന് പറയുന്ന LLCO എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന ഈ ഘടകങ്ങളെല്ലാം ഉപയോഗിച്ച്
ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു? ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു അല്ലെ? എന്താ ഉണ്ടാക്കുന്നത്? ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു, ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നു. അപ്പോൾ ഈ ഇൻപുട്ടിന് നമ്മൾ എന്താക്കുന്നു? ഔട്ട്പുട്ടാക്കി മാറ്റുന്നു. മനസ്സിലാക്കണം, ഇൻപുട്ടുകളെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഓക്കെ, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ സംഭവം ഉണ്ടാവണം, മറന്നു പോകരുത്. കാരണം ഇതാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം. ഇതിൽ നിന്നാണ് നമുക്ക് ഇനി തിയറികൾ പഠിക്കാനുള്ളത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 തിയറികൾ ഉണ്ട്. അത് പ്രത്യേകം പരിഗണന കൊടുത്തു പഠിക്കേണ്ട പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയതാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ വളരെ സാധ്യതയുള്ള 6 മാർക്കിന്റെ ഒരു ചോദ്യമാണ് ഇനി നമുക്ക് മുന്നിൽ കാണാൻ പോകാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഇപ്പൊ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. ഇവിടെ മനസ്സിലാക്കുക, എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഒരിക്കൽ കൂടി പറയാം, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ധർമ്മമാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതുപ്രകാരം നമുക്ക് ഇവിടെ ലഭിക്കാൻ പോകുന്ന സമവാക്യം എന്താണെന്ന് നോക്കാം. സമവാക്യം ഞാൻ ഇവിടെ എഴുതുന്നു. Q ഈക്വൽ ടു എഫ് ഓഫ് എൽ L, C, O. ഓക്കെ, ഇതാണ് സമവാക്യം. എന്താ കിട്ടിയത്? Q ഈക്വൽ ടു എഫ് ഓഫ് അല്ലെ L, C, O. അതായത് നമ്മുടെ കൈവശമുള്ള എല്ലാ ഉൽപാദന ഘടകങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവയെ നമ്മളൊരു ഫംഗ്ഷനിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്കൊരു ക്വാണ്ടിറ്റി കിട്ടുന്നു, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നു. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ ഈ ഉൽപാദന ഘടകങ്ങളെ അല്ലെങ്കിൽ ഇത്തരം ഇൻപുട്ടുകളെ നമ്മളൊരു ഫംഗ്ഷനിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഔട്ട്പുട്ടിന് പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാനുള്ളത്, ഓരോ ഫേമും എന്താണ് 2 രീതിയിലുള്ള ഉൽപാദന കാലയളവുകളാണ് ഉപയോഗിക്കുന്നത് അല്ലെ? 2 തരം ടേംസ് ഉപയോഗിക്കുന്നുണ്ട്. ആ ടേംസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ടേം ഷോർട്ട് റൺ പീരിയഡ്, രണ്ടാമത്തത് ലോങ് റൺ പീരിയഡ്. എന്തൊക്കെയാണ്? ഷോർട്ട് റൺ പീരിയഡ്. ഷോർട്ട് റൺ പീരിയഡിനെ നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ലോങ് റൺ പീരിയഡിനെ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ കാണാൻ പോകുന്നു ഷോർട്ട് റൺ, ലോങ് റൺ. എന്താണ് ഷോർട്ട് റൺ, എന്താണ് ലോങ് റൺ എന്ന് നമ്മൾ ഇവിടെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആദ്യം എന്താണ് ഷോർട്ട് റൺ എന്ന് നോക്കാം. ഷോർട്ട് റൺ എന്ന് പറയുന്നത് ഹ്രസ്വകാലം എന്നാണ്. അതായത് ഒരു ഉൽപാദകൻ അയാളുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കാലയളവ് ഹ്രസ്വമാണ്, ചെറിയ കാലയളവാണെങ്കിൽ, കുറഞ്ഞ കാലത്തേക്കാണ് ഒരു സ്ഥാപനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതെങ്കിൽ അത്തരം കാലയളവിന് പറയുന്ന പേരാണ് ഷോർട്ട് റൺ എന്നുള്ളത്. When a producer cannot bring about changes in all the input, that time period is known as short run. When a producer cannot bring about changes in all the input, that time period is known as short run. മനസ്സിലാക്കുക, എന്താണ് ഷോർട്ട് റൺ? ഹ്രസ്വകാലം. ഒരു ഉൽപാദകൻ അയാളുടെ ഉൽപാദന ഘടകങ്ങളിൽ, അതായത് ഇൻപുട്ടിൽ മാറ്റം വരുത്താൻ കഴിയാത്ത കാലയളവിന് പറയുന്ന പേരാണ് ഷോർട്ട് റൺ. ഒരു ഉൽപാദകന് അയാളുടെ ഉൽപാദന സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന ഉൽപാദന ഘടകങ്ങളെ മാറ്റം വരുത്താൻ കഴിയാത്ത ആ കാലയളവിന് പറയുന്ന പേരാണ് ഷോർട്ട് റൺ. നമുക്ക് ഇവിടെ എങ്ങനെ രേഖപ്പെടുത്തി വെക്കാം? cannot bring about അല്ലെ? cannot bring about അല്ലെങ്കിൽ cannot changes എന്ന് എഴുതാം അല്ലെ? എങ്ങനെ എഴുതാം? cannot changes. എന്തിലാ മാറ്റം വരുത്താത്തത്? cannot change in ഇൻപുട്ട് അല്ലെ? cannot change in input എന്ന് നമുക്ക് ഇവിടെ എഴുതി വെക്കാം. നേരെ മറിച്ച് ലോങ് റൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? when a producer can change in all input, that time period is known as long run period അല്ലെ? ഉൽപാദകൻ അയാളുടെ ഉൽപാദന ഘടകങ്ങളെ മുഴുവൻ മാറ്റം വരുത്തിക്കൊണ്ട് ഉൽപാദനം നടത്തുകയാണെങ്കിൽ അത്തരം ഒരു ടൈം പീരിയഡിന് പറയുന്ന പേരാണ് ലോങ് റൺ. ദീർഘകാലം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഉൽപാദകൻ അയാളുടെ കൈവശമുള്ള എല്ലാ ഉൽപാദന ഘടകങ്ങളിലും എന്ത് വരുത്തുന്നു? മാറ്റം വരുത്തുന്നു. ക്യാൻ ചേഞ്ച് ഇൻ ഇൻപുട്ട് എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ടത്. ക്യാൻ ചേഞ്ച് ഇൻ ഇൻപുട്ട്. ഉൽപാദകൻ അദ്ദേഹത്തിന്റെ കൈവശമുള്ള എല്ലാ ഘടകങ്ങളെയും മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ടാണ് ഉൽപാദനം നടത്തിക്കൊണ്ടു പോകുന്നതെങ്കിൽ അത്തരം കാലയളവ് ലോങ് റൺ എന്നും, ഉൽപാദന ഘടകങ്ങളിൽ യാതൊരു മാറ്റവും വരുത്താതെ സ്ഥിരമായിട്ടുള്ള ഉൽപാദന ഘടകങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഉൽപാദനം തുടർന്നു കൊണ്ടുപോവുകയാണെങ്കിൽ ആ കാലയളവിനെ ഷോർട്ട് റൺ എന്നും, ഉൽപാദകൻ അയാളുടെ കയ്യിലുള്ള എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സ്ഥിരമായി മാറ്റിക്കൊണ്ടാണ് ഉൽപാദനം നടത്തുന്നതെങ്കിൽ അത്തരം കാലയളവിനെ ലോങ് റൺ എന്നും വിളിക്കുന്നു. ക്ലിയർ ആയോ? പഠിക്കുക, ശ്രദ്ധിക്കുക. 10 ഇൻപുട്ട് വെച്ചുകൊണ്ട് 10 യൂണിറ്റ് ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് 1000 യൂണിറ്റ് ഔട്ട്പുട്ട് നിർമ്മിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതേ സ്ഥാപനത്തില് 1500 യൂണിറ്റ് ഔട്ട്പുട്ട് നിർമ്മിക്കുന്നതും എത്ര ഇൻപുട്ട് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും? 10 യൂണിറ്റ് ഇൻപുട്ട് വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും. മനസ്സിലാക്കണം. അതായത് ഷോർട്ട് റൺ പീരിയഡ് അനുസരിച്ച് ഉൽപാദന ഘടകങ്ങളിൽ മാറ്റം വരുത്താതെ ഉൽപ്പന്നത്തിന്റെ ഔട്ട്പുട്ടിൽ മാറ്റം വരുത്തുകയാണ് സാധാരണ ഉൽപാദകർ നടത്തുന്നത്. നേരെ മറിച്ച് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ലോങ് റണ്ണില് 10 യൂണിറ്റ് ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് 10 യൂണിറ്റ് ഇൻപുട്ട് ഉപയോഗിച്ച് 1000 ഔട്ട്പുട്ട് നിർമ്മിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ടിന്റെ അളവ് 2000 ആക്കി വർദ്ധിപ്പിക്കാൻ താല്പര്യം കാണിക്കുന്നുവെങ്കിൽ ലോങ് റൺ പ്രകാരം ഉൽപാദകൻ എന്ത് ചെയ്യേണ്ടി വരും? 10 യൂണിറ്റ് എന്ന് പറയുന്നതിനെ 20 യൂണിറ്റ് ആയിട്ട് വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. മനസ്സിലാക്കണം. കാരണം എന്താ? അത് ലോങ് പീരിയഡിലേക്കുള്ള ഉൽപാദനമാണ്, ദീർഘകാല അളവിലേക്കുള്ള ഉൽപാദനമാണ്, അല്ലെ? ഒരു 10 വർഷമോ 15 വർഷമോ ഒക്കെ അത്തരം കാലയളവിലേക്ക് വേണ്ടി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു വെക്കുന്ന ഒരു കാലയളവാണ് ലോങ് റൺ എന്ന് പറയുന്നത്. ഷോർട്ട് റൺ എന്ന് പറയുമ്പോൾ വിത്തിൻ 1 ഇയർ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ വിത്തിൻ 1 ഇയറിൽ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഒരിക്കലും എന്ത് വേണ്ട? ഉൽപാദന ഘടകങ്ങളിൽ മാറ്റം വരുത്തേണ്ടതില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഷോർട്ട് റൺ എന്താണ്, ലോങ് റൺ എന്താണെന്നുള്ള ക്ലിയർ ആയിട്ടുണ്ടാകും. നമ്മളിവിടെ മനസ്സിലാക്കിയ ഷോർട്ട് പീരിയഡ്, ലോങ് പീരിയഡ് ഓർ ഷോർട്ട് റൺ, ലോങ് റൺ എന്ന ഈ 2 കാലയളവ് പ്രകാരം ഈ 2 കാലയളവിലായിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളെ 2 ആയിട്ട് തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ദ ടൈം പീരിയഡ് the inputs are classified or divided into 2. First one, fixed input. Fixed input. Second one, variable input. Variable input. ഏതൊക്കെയാണ്? ഉൽപാദനം നടക്കുന്ന കാലയളവിനനുസരിച്ച് അവയിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകളെ അല്ലെങ്കിൽ ഫാക്ടേഴ്സിനെ നമ്മൾ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നേതാണ്? ഫിക്സ്ഡ് ഇൻപുട്ട്. 2 വേരിയബിൾ ഇൻപുട്ട്. ദ ഫിക്സ്ഡ് ഇൻപുട്ട് ഈസ് ഓൾസോ നോൺ ആസ് ഫിക്സ്ഡ് ഫാക്ടർ ആൻഡ് വേരിയബിൾ ഇൻപുട്ട് ഈസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഫിക്സ്ഡ് ഇൻപുട്ടിനെ ഫിക്സ്ഡ് ഫാക്ടർ എന്നും വേരിയബിൾ ഇൻപുട്ടിനെ വേരിയബിൾ ഫാക്ടർ എന്നും വിളിക്കാം. എന്താണ് ഫിക്സ്ഡ് ഇൻപുട്ട്? സ്ഥിര ഘടകങ്ങൾ. എന്താണ്? സ്ഥിര ഘടകങ്ങൾ. വേരിയബിൾ ഇൻപുട്ട് എന്താണ്? വിഭേദക ഘടകങ്ങൾ. എന്താ നമ്മൾ മലയാളം പറയുന്നത്? വിഭേദക ഘടകങ്ങൾ, അല്ലെ? വിഭേദകം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇതെന്താണ്? സ്ഥിരമാണ്, അല്ലെ? സ്ഥിര ഘടകങ്ങൾ. ഓക്കെ, ഇൻ ദ ഷോർട്ട് റൺ the inputs cannot be changed is known as fixed input or fixed factor. ഷോർട്ട് റണ്ണില് ഹ്രസ്വകാലയളവിൽ ഉപയോഗിക്കുന്ന ഉൽപാദന ഘടകങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയാത്ത ഘടകങ്ങൾക്ക് പറയുന്ന പേരാണ് ഫിക്സ്ഡ് ഫാക്ടർ, സ്ഥിര ഘടകം. മനസ്സിലാക്കണം.
ഷോർട്ട് റണ്ണിൽ ഹ്രസ്വകാലയളവിൽ ഉൽപാദനം നടത്തുമ്പോൾ മാറ്റം വരുത്താൻ കഴിയാത്ത ഘടകങ്ങൾക്ക് പറയുന്ന പേരാണ് ഫിക്സ്ഡ് ഫാക്ടർ, സ്ഥിര ഘടകം. ക്ലിയർ അല്ലേ? അപ്പൊ എന്തൊക്കെയായിരിക്കും നമ്മൾ ഒരു സ്ഥാപനത്തില് ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന മാറ്റം വരുത്താൻ കഴിയാത്ത ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫാക്ടറി ബിൽഡിംഗ്, അതുപോലെ മെഷീനറി, അല്ലെ? ഇത്തരം ഘടകങ്ങളൊക്കെ എന്താണ്? ഫിക്സ്ഡ് ഫാക്ടർ ആണ്. ഇതൊക്കെ നമ്മളൊരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഫാക്ടറി ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അതിൽ എന്ത് വരുത്തുന്നില്ല? മാറ്റം വരുത്താൻ കഴിയില്ല. അതുപോലെ തന്നെ മെഷീനറി എന്ന് പറയുന്നത് സ്ഥാപനത്തിൽ നമ്മൾ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ഉൽപാദനം നടത്തുന്നതെങ്കിൽ അത്തരം യന്ത്രങ്ങളെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മൾ അതിനെ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധ്യമല്ല. രണ്ടാമത്തെ കാര്യം ഏതാണ്? വേരിയബിൾ ഇൻപുട്ട് ആണ്. എന്താണ് വേരിയബിൾ ഇൻപുട്ട്? നേരെ ഓപ്പോസിറ്റ് ആണ്. In the short run, the inputs can bring about changes is known as variable input or variable factor. എന്താണ് വിഭേദക ഘടകം? ഉൽപാദനത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്ന ഘടകങ്ങൾക്ക് പറയുന്ന പേരാണ് വേരിയബിൾ ഫാക്ടർ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എന്തൊക്കെ എക്സാമ്പിൾസ് പറയാം? ലേബേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഉൽപാദനം നടത്തുകയാണെങ്കിൽ കൂടുതൽ ഉൽപാദനം നടത്തണമെങ്കിൽ ലേബേഴ്സിന്റെ അളവിലും മാറ്റം വരുത്തേണ്ടതായിട്ട് വരുന്നു. അപ്പോ ലേബർ ഒരു വേരിയബിൾ ഫാക്ടർ ആണ്. ഇലക്ട്രിക് എനർജി ഒരു വേരിയബിൾ ഫാക്ടർ ആണ്. അതുപോലെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ, അല്ലെ? ഉൽപ്പന്നത്തിന് എത്രത്തോളം അളവ് ഉൽപ്പന്നം ഉണ്ടാക്കണോ അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പൊ ഇത്തരം ഘടകങ്ങളെല്ലാം എന്താണ്? വേരിയബിൾ ഫാക്ടറിന് എക്സാമ്പിൾ ആണ്. മനസ്സിലാക്കണം. സാധാരണ ചോദ്യം ഇവിടെ വരുന്നത് താഴെ തന്നിരിക്കുന്നവയെ ഫിക്സ്ഡ് ഫാക്ടർ, വേരിയബിൾ ഫാക്ടർ എന്നിങ്ങനെ തരം തിരിക്കുക എന്നാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് 3 തരം പ്രോഡക്റ്റുകളാണ്. അതായത് നമ്മളിവിടെ ഉപയോഗിച്ച ലോങ് റൺ ആയാലും ഷോർട്ട് റൺ ആയാലും ഒരു ഉൽപാദകൻ അയാളുടെ സ്ഥാപനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് ഷോർട്ട് റൺ പീരിയഡിലാകാം, ലോങ് റൺ പീരിയഡിലാകാം. ഏത് കാലയളവിൽ ഉൽപാദനം നടത്തിയാലും അവിടെ നമുക്ക് 3 തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കാണാൻ സാധിക്കും. ആ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ പ്രോഡക്റ്റ് ആണ് ടോട്ടൽ പ്രോഡക്റ്റ്, മൊത്തം ഉൽപ്പന്നം. എന്താണ് ടോട്ടൽ പ്രോഡക്റ്റ്? Total product is the total output produced with the given quantity of input. അല്ലെ? ലഭ്യമായ ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ടുകൾക്ക് പറയുന്ന പേരാണ് ടോട്ടൽ പ്രോഡക്റ്റ്. വളരെ സിമ്പിൾ ആണ്. ടോട്ടൽ പ്രോഡക്റ്റ് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട്. ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്പുട്ടിനെയാണ്. എങ്ങനെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്? പ്രൊഡ്യൂസ്ഡ് വിത്ത് ദ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട്. അല്ലെ? നമുക്ക് ലഭ്യമായിട്ടുള്ള എത്രത്തോളം ക്വാണ്ടിറ്റി നമ്മുടെ കൈവശമുണ്ടോ, എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് നമ്മുടെ കൈവശമുണ്ടോ, ആ ഇൻപുട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഉൽപ്പാദിപ്പിച്ചു വെച്ചിട്ടുള്ള ടോട്ടൽ ഔട്ട്പുട്ടിന് പറയുന്ന പേരാണ് ഏത്? ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആണ്. രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് ആവറേജ് പ്രോഡക്റ്റ്. എന്താണ് ആവറേജ് പ്രോഡക്റ്റ്? ആവറേജ് പ്രോഡക്റ്റ്. ഈ ടോട്ടൽ പ്രോഡക്റ്റിനെ നമ്മൾ TP എന്ന ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക കേട്ടോ. ടോട്ടൽ പ്രോഡക്റ്റിനെ TP എന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവറേജ് പ്രോഡക്റ്റിനെ AP കൊണ്ട് സൂചിപ്പിക്കാം. ശരിയല്ലേ? ആവറേജ് പ്രോഡക്റ്റിനെ AP കൊണ്ട് സൂചിപ്പിക്കാം. ആവറേജ് പ്രോഡക്റ്റ് ഈസ് ദ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട്. അല്ലെ? വേരിയബിൾ ഇൻപുട്ടിന്റെ, അറിയാലോ വേരിയബിൾ ഇൻപുട്ട്, വേരിയബിൾ ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് വിഭേദക ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഒരു യൂണിറ്റ് ഔട്ട്പുട്ടിന് പറയുന്ന പേരാണ് ഏത്? ആവറേജ് പ്രോഡക്റ്റ്. മനസ്സിലാവുണ്ടോ? അതായത് മൊത്തം ഉൽപാദനത്തിൽ വരുന്ന മാറ്റമാണ് എന്ത്? ആവറേജ് പ്രോഡക്റ്റ്. അതായത് നമ്മൾ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി, ആ ഉൽപ്പന്നം ടോട്ടൽ പ്രോഡക്റ്റ് ആണ്. ഒന്നല്ലേ നമ്മുടെ കൈവശമുള്ളൂ. ഈ ഒരു ഉൽപ്പന്നത്തിലേക്ക് നമ്മൾ വീണ്ടും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കി. അപ്പോൾ ടോട്ടൽ പ്രോഡക്റ്റ് എന്തായി? 2 ആയി. അല്ലെ? ടോട്ടൽ പ്രോഡക്റ്റ് എത്രയായി? 2 ആയി. അപ്പോൾ നിങ്ങൾ ഇവിടെ കൂട്ടിച്ചേർത്തത് എത്രയാണ്? രണ്ടാമത്തെ ഒരു ഉൽപ്പന്നം. ഈ രണ്ടാമത്തെ ഉൽപ്പന്നം എത്ര എണ്ണം കൂട്ടിച്ചേർത്തു? 1 കൂട്ടിച്ചേർത്തു. അതാണ് ആവറേജ് പ്രോഡക്റ്റ്. മനസ്സിലാവുണ്ടോ? അതായത് ടോട്ടൽ പ്രോഡക്റ്റിൽ വന്നു ചേരുന്ന മാറ്റമായിരിക്കും ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ആവറേജ് പ്രോഡക്റ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ടോട്ടൽ പ്രോഡക്റ്റ് ആൻഡ്
ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട്. നമുക്ക് ഇവിടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ആവറേജ് പ്രോഡക്റ്റ് ഈക്വൽ ടു TP ഡിവൈഡഡ് ബൈ Q എന്ന് എഴുതാൻ സാധിക്കും. എന്താണ് TP? ടോട്ടൽ പ്രോഡക്റ്റ് ആണ്. ഈ ടോട്ടൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്ട് ഓർ വേരിയബിൾ ഇൻപുട്ട് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രോഡക്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ടോട്ടൽ പ്രോഡക്റ്റിനെ Q കൊണ്ട്, അതായത് വേരിയബിൾ ഇൻപുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ആവറേജ് പ്രോഡക്റ്റ് കിട്ടി എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 3 കോളമാണ് നമ്മൾ AP കാണുന്നതിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിൽ, രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് AP തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട വാല്യൂസ് തന്നിരിക്കും. ഒന്നാമത്തെ കോളത്തിൽ വേരിയബിൾ ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് തന്നിരിക്കുന്നു. രണ്ടാമത്തെ കോളത്തിൽ TP ടോട്ടൽ പ്രോഡക്റ്റ് ആണ് തന്നിരിക്കുന്നത്. മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ ഇതിന്റെ കാൽക്കുലേഷൻ നടത്തണം. അതായത് AP എന്താണ് നമ്മൾ കാണാൻ പോകുന്നു. AP കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് നമുക്കറിയാം. TP ഡിവൈഡഡ് ബൈ Q ആണ്. മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ആ കോളത്തിനുള്ളിൽ അത് വേണമെങ്കിൽ എഴുതി വെക്കാവുന്നതാണ്. ഇവിടെ ഇൻപുട്ട് തന്നിരിക്കുന്നു 0, 1, 2, 3, 4, 5. അതുപോലെ തന്നെ TP ഇവിടെ തന്നിരിക്കുന്നു 0, 1, 3, 7, 10, 12. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കാണാൻ പോകുന്നത് AP ആണ്. AP നമ്മൾ കാണുന്നത് വളരെ സിമ്പിൾ ആയിട്ട് കാണാവുന്നതാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാകും. AP എന്ന് പറയുന്നത് TP യെ Q കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അതായത് തന്നിരിക്കുന്ന ഓരോ TPകളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് നേരെയുള്ള ഇൻപുട്ട് കൊണ്ട് Q കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. 0 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഒരു ഐഫൺ കിട്ടും. മനസ്സിലാവുണ്ടല്ലോ. 1 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? 1ൽ 1 എത്ര തവണ പോകും? ഒരു തവണ പോകുന്നു. 3 ഡിവൈഡഡ് ബൈ 2 ആണ്. നമുക്ക് എന്ത് കിട്ടും? 1.5 കിട്ടും അല്ലെ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? ഓരോ സംഖ്യകളെയും നമ്മൾ നേരെ അടുത്തുള്ള Q കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ അടുത്തത് 7 ഡിവൈഡഡ് ബൈ 3, 10 ഡിവൈഡഡ് ബൈ 4, 12 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു പോവേണ്ടത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താണ് ആൻസർ കിട്ടുന്നത്? 1, 1.5, 2.33, 2.5, 2.4. ഈ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രോഡക്റ്റ് പഠിക്കാനുള്ളത് മാർജിനൽ പ്രോഡക്റ്റ് ആണ്. എന്താണ് മാർജിനൽ പ്രോഡക്റ്റ്? മാർജിനൽ പ്രോഡക്റ്റിനെ നമുക്ക് MP എന്ന ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കാവുന്നതാണ്. മാർജിനൽ മീൻസ് അഡീഷണൽ. Marginal product means additional product. Marginal product is the addition made to the total product. Total productil ഉണ്ടാകുന്ന അധിക ഉൽപ്പന്നത്തിന് പറയുന്ന പേരാണ് മാർജിനൽ പ്രോഡക്റ്റ്. മാർജിനൽ പ്രോഡക്റ്റ് നമ്മൾ മലയാളത്തിൽ പറയുന്നത് സീമാന്ത ഉൽപ്പന്നം എന്നാണ്. സീമാന്ത ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ മൊത്തം ഉൽപാദനത്തിൽ വരുന്ന മാറ്റമാണ് സീമാന്ത ഉൽപ്പന്നം. മാർജിനൽ പ്രോഡക്റ്റ് is the addition made to the total product. മൊത്തം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന അഡീഷൻ ആണ്, കൂട്ടിച്ചേർക്കലുകൾക്ക് പറയുന്ന പേരാണ് മാർജിനൽ പ്രോഡക്റ്റ്. മാർജിനൽ പ്രോഡക്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. മാർജിനൽ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധാരണ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. മാർജിനൽ പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന സമവാക്യം, ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ TP ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q എന്നാണ്. ഡെൽറ്റ TP ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q. മാർജിനൽ പ്രോഡക്റ്റ് ഈക്വൽ ടു ഡെൽറ്റ TP ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q. ഇവിടെ നമുക്കറിയാം ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ. ഡെൽറ്റ എന്താണ്? ചേഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ്. എന്തിലുണ്ടാകുന്ന ചേഞ്ച് ആണ്? ടോട്ടൽ പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ കുറച്ച് പ്രയാസമാണ്. ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ കാൽക്കുലേഷൻ നടത്തുമ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അതായത് ടോട്ടൽ പ്രോഡക്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാണണം, അതിന് അടുത്തുള്ള ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന, അതായത് വേരിയബിൾ ഇൻപുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാണണം, എന്നിട്ട് അതിനുശേഷം ആ കിട്ടിയ വാല്യൂസിനെ തമ്മിൽ ഹരിക്കണം, അതായത് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? MP കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എളുപ്പത്തിൽ നമുക്ക് MP അല്ലെങ്കിൽ മാർജിനൽ പ്രോഡക്റ്റ് എങ്ങനെ കാണാം എന്നതിനെ സംബന്ധിച്ച് ഞാനൊരു ഇക്വേഷൻ ഇവിടെ എഴുതാം. MP ഈക്വൽ ടു TP2 മൈനസ് TP1. TP2വിനെ TP1 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്താൽ മതി. TP2വിനെ TP1 കൊണ്ട് മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് MP കാണാൻ പറ്റും.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഇക്വേഷൻ ആ രൂപത്തിൽ ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ലളിതമാക്കി തന്നു എന്നേ ഉള്ളൂ. TP2 മൈനസ് TP1. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം ചെയ്തു നോക്കാം. പ്രത്യേകം ഓർമ്മയിൽ വെക്കുക, TP കാണാൻ പരീക്ഷയ്ക്ക് ചോദിക്കും, നിർബന്ധമായിട്ടും ചോദിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് എന്തൊക്കെയാണ്? ഡെൽറ്റ TP ഡിവൈഡഡ് ബൈ ഡെൽറ്റ Q ആണ് സാധാരണഗതിയിലുള്ള ഇക്വേഷൻ. പക്ഷെ നമ്മളിവിടെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് ഇത് TP2 മൈനസ് TP1 എന്ന് പറയുന്നത്. ഓർമ്മയിൽ വെച്ചാൽ മതി. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചോദ്യം എഴുതി വെക്കാം. അതിനുശേഷം നമുക്ക് കാൽക്കുലേഷൻ എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. TP, Q എന്നീ വാല്യൂസ് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് MP ആണ്. Q തന്നിരിക്കുന്നത് 0 മുതൽ 5 വരെയാണ്. 0, 1, 2, 3, 4, 5. അതുപോലെ തന്നെ TP തന്നിരിക്കുന്നു 0, 1, 3, 7, 10, 12. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? TP2 നിന്ന് TP1 മൈനസ് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് 0-ന് നേരെയുള്ള MP ആണ് അല്ലേ. നമ്മൾ എപ്പോഴും MP കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് കോളം ഐഫൺ ആയിരിക്കും. MP-യുടെ ഒന്നാമത്തെ ഉത്തരം ഐഫൺ ആയിരിക്കും. അത് മറക്കാതിരിക്കുക. എവിടെ നിങ്ങൾ MP കാണുന്നുണ്ടോ അവിടെയെല്ലാം ഒന്നാമത്തെ MP എന്തായിരിക്കും? ഐഫൺ ആയിരിക്കും. മറക്കാതിരിക്കുക. ഓക്കെ, ദെൻ ഇനി രണ്ടാമത്തെ MP ആണ് നമ്മൾ കാണാൻ പോകുന്നത് അല്ലെ. രണ്ടാമത്തെ MP കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ടാമത്തെ TPയെ ഒന്നാമത്തെ TP കൊണ്ട് മൈനസ് ചെയ്യുക. എങ്ങനെയാണ്? രണ്ടാമത്തെ TPയെ ഒന്നാമത്തെ TP കൊണ്ട് മൈനസ് ചെയ്യുക. ഇവിടെ എന്താണ് രണ്ടാമത്തെ TP? 1 ആണ്. എന്താണ് ഒന്നാമത്തെ TP? 0 ആണ്. രണ്ടാമത്തെ TP ആയ 1-നെ ഒന്നാമത്തെ TP ആയ 0 കൊണ്ട് മൈനസ് ചെയ്യണം. അതായത് 1 മൈനസ് 0 ഈക്വൽ ടു എന്താ കിട്ടുക? 1-ൽ നിന്ന് 0 മൈനസ് ചെയ്യുന്നു 1 കിട്ടും അല്ലെ. ഏതൊരു സംഖ്യയെയും 0 കൊണ്ട് മൈനസ് ചെയ്താൽ അതേ സംഖ്യ കിട്ടും. നമുക്കറിയാം അല്ലെ. 0 എന്ന് പറയുന്നത് ശൂന്യമാണ്. അപ്പൊ പിന്നെ ആ സംഖ്യ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? തൊട്ട് താഴെയുള്ള സംഖ്യയുടെ MP കാണാൻ ആ സംഖ്യയ്ക്ക് മുകളിലുള്ള സംഖ്യ കൊണ്ട് മൈനസ് ചെയ്താൽ മതി. അതായത് ഇവിടെ 3-ന് നേരെയുള്ള MP കാണാൻ 3 മൈനസ് അതിന് മുകളിലുള്ള സംഖ്യ 1 ആണ്. വീണ്ടും നേരെ 0-ലേക്ക് പോവരുത്. മനസ്സിലാവുണ്ടോ? ഏത് സംഖ്യയുടെ നേരെയുള്ള MP ആണോ കാണുന്നത് ആ സംഖ്യയെ അതിന്റെ തൊട്ടു മുകളിലുള്ള സംഖ്യ കൊണ്ട് അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 3-ന് നേരെയുള്ള MP കാണുമ്പോൾ 3 മൈനസ് അതിന് മുകളിലുള്ള സംഖ്യ 1 അല്ലെ. 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ ഇനി നോക്കൂ, 7-ന് നേരെയുള്ള MP കാണുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 7 മൈനസ് അതിന് മുകളിലുള്ള സംഖ്യ 3 ആണ്. 7 മൈനസ് 3 എന്ന് പറയുന്നത് 4 ആണ് അല്ലെ. അതുപോലെ അടുത്ത സംഖ്യ 10 ആണ്. 10 മൈനസ് അതിന് മുകളിലുള്ള സംഖ്യ 7 ആണ്. 10 മൈനസ് 7 എന്ന് പറയുന്നത് 3 ആണ് ഉത്തരം കിട്ടുന്നത്. ശരിയല്ലേ? അതുപോലെ ലാസ്റ്റ് സംഖ്യ ഏതാണ്? 12 ആണ്. 12 മൈനസ് അതിന് മുകളിലുള്ള സംഖ്യ 10 ആണ്. 12 മൈനസ് 10 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി ഉത്തരം? അതായത് 1, 2, 4, 3, 2 എന്നിങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത്? MP എന്ന് പറയുന്ന വാല്യൂ കിട്ടിയത്. MP-യുടെ വാല്യൂ കിട്ടിയത്. ക്ലിയർ അല്ലേ? അപ്പോൾ MP ഇങ്ങനെ കാണാനാണ് ഏറ്റവും ലളിതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പഠിച്ചു. പ്രൊഡക്ഷൻ ഏതെല്ലാം കാലയളവിൽ നടക്കുന്നു എന്ന് പഠിച്ചു. ഈ കാലയളവിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ടുകൾ എത്ര തരമുണ്ടെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഓരോ കാലയളവിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ എത്ര തരമുണ്ട്, ഏതെല്ലാമാണ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഭാഗമാണ്. പരീക്ഷയ്ക്ക് പ്രത്യേകം പരിഗണന നൽകി പഠിക്കേണ്ട ഭാഗമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലിനെ കുറിച്ച് അറിയാതെ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി എല്ലാവരിലേക്കും നമ്മുടെ ചാനലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമുക്ക് വീണ്ടും പുതിയ ഒരു വീഡിയോയുമായി ഉടനെ കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി.